അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, റമദാനിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് ആരാധന കർമ്മങ്ങൾ, പുണ്യ പ്രവർത്തനങ്ങൾ സത്യവിശ്വാസികളായ ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളൊക്കെ പ്രതിഫലേച്ഛയോടുകൂടിയാണ് ഓരോ വിശ്വാസികളും അത് ചെയ്തുകൊണ്ട് ഈ ഒരു മാസത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ കഴിഞ്ഞ 1-2 എപ്പിസോഡുകളിലായി നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളും അത് സൽക്കർമ്മമായി നാളെ പരലോകത്ത് ഉപകാരപ്പെടണമെങ്കിൽ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായമായ സൂറത്ത് ഇസ്രായിലെ 19-ാമത്തെ ആയത്ത്, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം, വമൻ അറാദൽ ആഖിറ വസഅലഹാ സഹയഹ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറ. ആരെങ്കിലും പരലോകം ആഗ്രഹിച്ചുകൊണ്ട് അതിൻ്റേതായ പ്രവർത്തനം ഈമാനുള്ള അവസ്ഥയിൽ നിർവഹിച്ചു കഴിഞ്ഞാൽ നന്ദിപൂർവം അവൻ്റെ പ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും എന്നാണ്. ഈ ഒരു വിഷയം നമ്മളുടെ അമലുകൾ, നമ്മളുടെ പ്രവർത്തനങ്ങൾ അത് പുണ്യപ്രവർത്തനമായി സ്വീകരിക്കാനുള്ള ഒരു നിബന്ധനയായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇതിലെ 2 കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഒന്ന് നമ്മളുടെ ഉദ്ദേശവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിയ്യത്ത്, ഇഖ്ലാസോട് കൂടിയിട്ട് നമുക്ക് അമലുകൾ ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. നാളെ പരലോകം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മളുടെ ഓരോ അമലുകളും നമ്മൾ ശരിപ്പെടുത്തേണ്ടതുണ്ട്. 2-ാമത്തെ കാര്യം ഇത്തിബാ ആണ്. പ്രവാചകനെ പിൻപറ്റിക്കൊണ്ടായിരിക്കണം നമ്മൾ ഓരോ സൽപ്രവർത്തനങ്ങളും ചെയ്യേണ്ടത്. മാതൃക പ്രവാചകനാണ്. ഈ 2ഉം നമ്മൾ ഏത് അവസ്ഥയിലായിരിക്കണം ചെയ്യേണ്ടത്? വഹുവ മുഅ്മിൻ, ഈമാനുള്ള അവസ്ഥയിലായിരിക്കണം, സത്യവിശ്വാസത്തോട് കൂടിയിട്ടായിരിക്കണം നമ്മളൊരു പ്രവർത്തനം ചെയ്യേണ്ടത്. അതില്ല എങ്കിൽ അത് നമുക്ക് ഉപകാരപ്പെടുകയില്ല എന്നർത്ഥം. നിസ്കരിക്കുന്നത്, നോമ്പ് നോൽക്കുന്നത്, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത്, ഇതെല്ലാം ഈമാനികമായ അവസ്ഥയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എന്നതാണ് ഈ ആയത്ത് നമുക്ക് പറഞ്ഞു തരുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു പാഠം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ വിഷയം, ഈമാൻ എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഒന്ന്, നാവ് കൊണ്ടുള്ള മൊഴിയലാണ്. അതായത് നമ്മളുടെ സത്യവിശ്വാസം നാവ് കൊണ്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കണം. നമ്മളുടെ വിശ്വാസം നാവ് കൊണ്ട് പ്രകടിപ്പിക്കാൻ സാധിക്കണം. 2-ാമത്തെ കാര്യം, അത് ഹൃദയം കൊണ്ട് അംഗീകരിക്കലാണ്. ആ വിശ്വാസം എന്താണോ നമ്മളുള്ളത് അത് ഹൃദയം കൊണ്ട് നമ്മൾ അംഗീകരിക്കണം. 3-ാമത്തേത് അമലും ബിൽ ജവാരിഹ് എന്ന് പണ്ഡിതന്മാർ പറയുന്ന അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനമാണ്. അതായത് അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അത് ഹൃദയത്തിൽ അംഗീകരിച്ചുകൊണ്ട് ഹൃദയത്തിൻ്റേതായിട്ടുള്ള പ്രവർത്തനവും നാവിൻ്റെ മൊഴിയലും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളും, ഇത് 3ഉം കൂടി ഉൾക്കൊള്ളുമ്പോഴാണ് ഈമാൻ സമ്പൂർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എത്തുകയുള്ളൂ. ഇതിലെവിടെയെങ്കിലും ഒരു ന്യൂനത പ്രകടമായി കഴിഞ്ഞാൽ അത് നമ്മെ സാരമായിട്ട് ബാധിക്കും. കേവലം വിശ്വാസം മാത്രമാണ് ഈമാൻ എന്ന് ധരിച്ചു വെക്കുന്ന സഹോദരങ്ങളുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ആ വിശ്വാസം എന്തൊക്കെയാണ്? അള്ളാഹു ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം, പരലോകമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം, സ്വർഗമുണ്ട്, നരകമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം, മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കണം, മലക്കുകളെ കുറിച്ചുള്ള വിശ്വാസം വേണം. ഇതെല്ലാം നമ്മളിൽ ഉണ്ടാകുമ്പോൾ പ്രവാചകന്മാരെക്കുറിച്ച്, ആ പ്രവാചകന്മാർക്ക്
അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിക്കൊടുത്ത വേദഗ്രന്ഥങ്ങളെക്കുറിച്ച്, ഈ വിശ്വാസങ്ങളാണല്ലോ പൊതുവിൽ ഈമാനുള്ള അല്ലെങ്കിൽ വിശ്വാസ കാര്യങ്ങളായിട്ട് നമ്മൾ ഗണിക്കപ്പെടുന്നത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്. ഇബ്ലീസിൻ്റെ ചരിത്രം പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇബ്ലീസിൻ്റെ വിശ്വാസം നമ്മളെടുത്ത് പരിശോധിക്കുക. അള്ളാഹു ഉണ്ട് എന്ന് ഇബ്ലീസ് വിശ്വസിക്കുന്നുണ്ട്, പരലോകം ഉണ്ട് എന്ന് ഇബ്ലീസ് വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് നബിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും അവർ സത്യസന്ധന്മാരാണ് എന്ന് ഇബ്ലീസ് വിശ്വസിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്ന് ഇബ്ലീസ് വിശ്വസിക്കുന്നുണ്ട്. എല്ലാ വിശ്വാസ കാര്യങ്ങളും ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം അവനിലുണ്ട്. പക്ഷേ അവൻ ഈമാനുള്ളവനാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. കാരണം എന്താണ്? അവൻ ഇതിനെയൊക്കെ നിഷേധിക്കാൻ വേണ്ടി പണിയെടുക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ചു എന്നുള്ളതാണ് ഇബ്ലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ ഒരു പ്രശ്നം. അതാണ് അവൻ നേരിട്ട ഏറ്റവും വലിയ നിഷേധം. അതുകൊണ്ട് അവൻ പ്രകടിപ്പിച്ച നിഷേധം കാരണമായിക്കൊണ്ടാണ് ശപിക്കപ്പെട്ടവനായിക്കൊണ്ട് അവൻ മാറിയത്. അള്ളാഹു അവനോട് എന്താ കൽപ്പിച്ചത്? ആദമിന് സുജൂദ് ചെയ്യാനാണ്. അത് ആദമിനുള്ള സുജൂദ് ആദരവിൻ്റെ സുജൂദാണ്, തഹയ്യത്തിൻ്റെ സുജൂദാണ്. ആ ഒരു സുജൂദ് തഅളീമിൻ്റെ സുജൂദാണ്. ആ ഒരു സുജൂദ് അത് ചെയ്യാൻ ഇബ്ലീസ് വിസമ്മതം പ്രകടിപ്പിച്ചു എന്നാണ്. എന്തുകൊണ്ട്? അവനിലുള്ള അഹങ്കാരം കൊണ്ട്. അതുകൊണ്ട് അള്ളാഹു ഒരു കൽപ്പന മനുഷ്യരാശിയോട് പറയുമ്പോൾ നമസ്കരിക്കാൻ പറയുന്നു, നോമ്പ് നോൽക്കാൻ പറയുന്നു, അതേപോലെ തന്നെ സക്കാത്ത് കൊടുക്കാൻ പറയുന്നു. അങ്ങനെ കുറേ കൽപ്പനകൾ അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്. ആ കൽപ്പനകൾ അനുസരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അതേ കക്ഷികളിലേക്കാണ് നമ്മുടെ വിശ്വാസത്തെ കൊണ്ടുപോകുന്നത് എന്നർത്ഥം. ഇബ്ലീസിൻ്റെ കക്ഷികളിലേക്ക്, പിശാചിൻ്റെ കക്ഷികളിലേക്കാണ് നമ്മൾ അത് കൊണ്ടുപോകുന്നത്. കാരണം എന്താണ്? നമ്മെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടാവ് നമ്മളോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ അത് ചെയ്യാൻ നമ്മൾ തയ്യാറല്ല എന്നുള്ള ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ അവിടെ പ്രകടമാക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ട് കേവലം വിശ്വാസം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഒരാൾ മുഅ്മിനാകുന്നില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പന നമ്മൾ ശിരസ വഹിക്കുമ്പോഴാണ് അവിടെ മുഅ്മിനാകുന്നത്. അതിനെ നിഷേധിക്കുന്ന, അള്ളാഹു നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ നിഷേധിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മളിൽ ഉള്ളത് എങ്കിൽ അവനെ സത്യവിശ്വാസിയാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല എന്നർത്ഥം. അപ്പോൾ സത്യവിശ്വാസത്തോടു കൂടി ആരാധനകൾ നിർവഹിക്കുമ്പോഴാണ് ആ ആരാധനകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ എന്നതാണ് ഒന്നാമത്തെ വിഷയം. അപ്പോൾ ഈമാനിനെ കുറിച്ച്, മുഅ്മിനാണ് എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ 3 കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാകൽ നിർബന്ധമാണ്. ഒന്ന്, നമ്മൾ വിശ്വസിച്ച കാര്യങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല മതത്തിലൂടെ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നാവുകൊണ്ട് പ്രഖ്യാപിക്കാൻ സാധിക്കണം, ഹൃദയം കൊണ്ട് അതിനെ അംഗീകരിക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ശരീരങ്ങൾ അതിനനുസൃതമായി കൊണ്ട് ആരാധനകൾ നിർവഹിക്കാൻ നമ്മുടെ ശരീരം കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഈമാനിന് 60ഓളം ശാഖകളുണ്ട് എന്നാണ്. ഈ ഈമാനിൽ 60ഓളം ശാഖകളുണ്ട് എന്ന് പറഞ്ഞ് വഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അതിലേറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്, ഈമാനിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മൊഴിയലാണ്. അതുപോലെ തന്നെ അതിലേറ്റവും താഴെയുള്ളത് വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കലാണ്. വഴിയാത്രക്കാരായിട്ടുള്ള ആളുകളുടെ ഉപദ്രവങ്ങളുള്ളത് അത് നീക്കലാണ് ഈമാനിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതോടൊപ്പം തന്നെ പറഞ്ഞു ലജ്ജ ഈമാനിൽപ്പെട്ടതാണ് എന്ന്. ഈ ഒരൊറ്റ ഹദീസിൽ 3 കാര്യങ്ങൾ പ്രകടമായി വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, പ്രവാചകൻ പറഞ്ഞത് എന്താ? സത്യവിശ്വാസം എന്ന് പറയുന്നത്, ഈമാൻ എന്ന് പറയുന്നത് അതിന് 60ഓളം ശാഖകളുണ്ട്. ആ 60ഓളം ശാഖകളുള്ളതിൽ സത്യവിശ്വാസത്തിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള കാര്യം ഏതാണ്? നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കലാണ്. യഥാർത്ഥത്തിൽ ആരാധനക്ക് അർഹനായി ആരും തന്നെയില്ല, അള്ളാഹു അല്ലാതെ ആരും തന്നെയില്ല എന്ന് പ്രഖ്യാപിക്കലാണ്, നാവുകൊണ്ട് പറയലാണ് ഏറ്റവും ഉയർന്നതായിട്ടുള്ള ഈമാനിൻ്റെ ശാഖ. രണ്ടാമത്, ഏറ്റവും താഴെയുള്ളതായിട്ട് പറഞ്ഞത് അത് വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കലാണ്. സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വഴിയാത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രൂപത്തിൽ നമ്മൾ റോട്ടിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കുന്നത് ശരിക്കും ഈമാനിൻ്റെ ഭാഗമല്ല എന്ന് തിരിച്ചറിയണം. അതായത് ഒരു സത്യവിശ്വാസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടുള്ള ഒരു പ്രവർത്തനമല്ല.
നമ്മൾ എത്ര ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്. ഒരു ബഹുസ്വര സമൂഹമാണ്. എല്ലാ മതങ്ങളും, ഇസ്ലാം ഉൾപ്പെടെയുള്ള ഇസ്ലാമിൻ്റെ വക്താക്കളായിട്ടുള്ള ആളുകൾ അവരെല്ലാവരും അവരുടെ വിശേഷ ദിവസങ്ങളിൽ റോട്ടിലൂടെയാണ് പ്രകടനങ്ങൾ നടത്തുന്നത്. അതായത് ഒരു നബിദിനം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് റോട്ടിലേക്ക് കൊടിയും എടുത്തുകൊണ്ട് ഇറങ്ങുകയാണ്. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പല രൂപത്തിലുള്ള ആചാരങ്ങളും മറ്റുമൊക്കെ ചെയ്യുന്നത് കാണാം. ഇസ്ലാമുമായിട്ട് അത് ബന്ധമുണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ളത് വേറെ ചർച്ചയാണ്. പക്ഷെ മതത്തിൻ്റെ പേരിലാണ് ഇതെല്ലാം നടക്കുന്നത്. മതത്തിൻ്റെ പേരിൽ ഒരു മുസ്ലിമായിട്ടുള്ള ഒരു വ്യക്തി നടുറോട്ടിൽ പ്രകടനം നടത്തുകയും അതുപോലെ തന്നെ ആനയും ചെണ്ടയും വാദ്യമേളങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വഴിയാത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉപദ്രവം വരുത്തുന്ന രൂപത്തിൽ ഒരു പ്രവർത്തനം ചെയ്താൽ നാളെ കൃത്യമായിട്ട് അതിന് മറുപടി ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ള വിശ്വാസമുള്ള ആളുകളാണ് മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾ. അത് ഈമാനിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ്. ഈമാനിൻ്റെ ഏറ്റവും താഴെയുള്ള ശാഖയായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ട വിഷയമാണ് വഴിയിൽ നിന്നുള്ള ഉപദ്രവം നീക്കൽ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനം ഒരു മുസ്ലിമിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് അടിയുറച്ചുകൊണ്ട് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. എത്രയോ തിരക്ക് പിടിച്ച ജീവിതം നയിക്കുന്ന മാന്യന്മാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ യാത്ര ഇതുമൂലം തടസ്സപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. ഒന്നെങ്കിൽ ആശുപത്രികളിലേക്ക് പോകുന്ന എമർജൻസി ആയിട്ട് ഡോക്ടർമാരെ കാണാൻ വേണ്ടി പോകുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യമായി കൊണ്ട് പറഞ്ഞ സമയം പാലിക്കാൻ വേണ്ടി ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരു വാക്ക് കൊടുത്താൽ അത് പാലിക്കൽ നിർബന്ധമാണ്. അത് പാലിക്കാൻ വേണ്ടി ഇത്ര സമയത്ത് അവിടെ എത്താമെന്ന് പറഞ്ഞുകൊണ്ട് ആ സമയം ലക്ഷ്യമാക്കി കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ ഉപദ്രവിക്കുകയാണ്. എത്രയോ ആളുകൾ ഈ ഒരു വിഷയത്തിൽ നമ്മളുടെ വാഹനങ്ങൾ പോകുന്നതും വഴിയാത്രയിൽ തടസ്സമുണ്ടാക്കുന്നതും അവിടെയൊക്കെ ഇവർക്കെതിരെ പ്രാർത്ഥിക്കുകയും ശപിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അങ്ങനെ വഴിയിൽ ഒരു ഉപദ്രവമുണ്ടാക്കുന്ന ആളുകളിൽ ഒരു കാരണവശാലും നമ്മൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു നിർബന്ധ ബുദ്ധി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. അത് ഈമാനുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈമാനുള്ള അവസ്ഥയിലാണ് ഒരു അമൽ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അത് നാവ് കൊണ്ട് മൊഴിയലുണ്ട്, ഹൃദയം കൊണ്ടുള്ള പ്രവർത്തനമുണ്ട്. ലജ്ജ ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞത് ആ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ തിരിച്ചറിയാൻ. ലജ്ജയുടെ കേന്ദ്രം എവിടെയാണ്? ഹൃദയമാണ് ലജ്ജയുടെ കേന്ദ്രം. അതുകൊണ്ട് ലജ്ജ ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനമാണ് അത് എന്ന് തിരിച്ചറിയുക. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കേവലം വിശ്വാസമുണ്ട് എന്ന് നാവ് കൊണ്ട് മൊഴിഞ്ഞാൽ മാത്രം പോരാ, അതിനനുസൃതമായി കൊണ്ടുള്ള അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനം ഒരു സത്യവിശ്വാസിയുടെ ഭാഗത്തു നിന്ന് നിർബന്ധമായിട്ടും ആ വിശ്വാസത്തെ സാക്ഷാത്കരിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനം ഒരു വിശ്വാസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്നർത്ഥം. ഈ അവസ്ഥയിൽ ഈ രൂപത്തിൽ നമ്മൾ ഒരു അമൽ ചെയ്തു കഴിഞ്ഞാൽ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ നമ്മളൊരു അമൽ ചെയ്യുകയാണ്, നാളെ പരലോകത്തിലേക്ക് വേണ്ടി നമ്മളൊരു അമൽ ചെയ്യുകയാണ് എങ്കിൽ ആ അമൽ, ആ ഒരു സൽക്കർമ്മം, ആ ഒരു പ്രവർത്തനം അത് സൽക്കർമ്മമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും, നന്ദിയോടുകൂടി സ്വീകരിക്കും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസം എന്തായിരിക്കണം? അതായത് ഈമാനുള്ള വ്യക്തിയാണോ അല്ലേ എന്നുള്ളത് തിരിച്ചറിയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അടിമ സ്ത്രീയെ ചോദ്യം ചോദിക്കുന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് മുആവിയ ഇബ്നുൽ ഹക്കം റളിയല്ലാഹു അൻഹുവിൻ്റെ അടിമ സ്ത്രീ, അവരെ കൊണ്ടുവന്ന് പ്രവാചകൻ അവൾ സത്യവിശ്വാസിനിയാണോ അല്ലേ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടി അവരോട് 2 ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒന്ന് ഐനല്ലാ എന്ന ചോദ്യമാണ്, അള്ളാഹു എവിടെ എന്ന ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് ഞാൻ ആരാണ് എന്ന അർത്ഥത്തിൽ, മൻ അന, ഞാൻ ആരാണ്. ഈ രണ്ടിനും ആ അടിമ സ്ത്രീ മറുപടി നൽകി. ഒന്ന് അള്ള എവിടെയാണ് എന്ന ചോദ്യത്തിന് ഫി സമാ, അള്ള ഉപരിയിലാണ്, ആകാശത്തിലാണ് എന്ന് പറഞ്ഞു. രണ്ടാമത്തേത് മൻ അന, ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് പ്രവാചകനോട് പറഞ്ഞു താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. ഈ 2 ചോദ്യങ്ങൾക്കുള്ള ശരി ഉത്തരം പറഞ്ഞപ്പോൾ ആ അടിമ സ്ത്രീയെക്കുറിച്ച് മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അവൾ മുഅ്മിനത്താണ്, സത്യവിശ്വാസിനിയാണ്, അവളെ മോചിപ്പിക്കുക എന്നാണ്. നമ്മൾ നോക്കൂ, ഇവിടെ
അവരുടെ വിശ്വാസം ശരിയാണോ അല്ലേ, ഈമാനുള്ളവനാണോ അല്ലേ എന്നുള്ളത് പരിശോധിക്കാൻ പ്രവാചകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അള്ളാഹുവിനെ കുറിച്ചാണ്. അള്ള എവിടെ എന്നാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നമ്മളൊക്കെ അള്ള എവിടെ എന്നുള്ളത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏഴാനാകാശത്തിന് മുകളിൽ ഒരു സമുദ്രമുണ്ട്. ആ സമുദ്രത്തിന് മുകളിൽ അള്ളാഹുവിൻ്റെ സിംഹാസനമുണ്ട്. ആ സിംഹാസനത്തിന് മുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരോഹിതനായിരിക്കുന്നു, ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നത്. സഹോദരങ്ങളെ, ഇതായിരിക്കണം നമ്മളുടെ വിശ്വാസം. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മളുടെ ഒരു പ്രവർത്തനവും ഗോപ്യമല്ല. അള്ളാഹു എല്ലാ സ്ഥലത്തുമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ അറിവ് എല്ലാ സ്ഥലത്തുമുണ്ട്, അള്ളാഹുവിൻ്റെ കഴിവ് എല്ലാ സ്ഥലത്തുമുണ്ട്. എന്നാൽ സത്താപരമായിട്ട് അള്ളാഹു എല്ലാ സ്ഥലത്തുമില്ല. അങ്ങനെയുള്ള ഒരു വിശ്വാസം അത് കുഫറിൻ്റെ വിശ്വാസമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ, ഹദീസുകളിൽ എത്രയോ സ്ഥലങ്ങളിൽ പ്രവാചകനും ഈ വിഷയം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഖുർആനിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കും. അഅമിൻതും മൻ ഫിസ്സമാ അൻ യഹ്സിഫ ബികുമുൽ അർദ് ഫഇദാ ഹിയ തമൂർ. ആകാശത്തുള്ളവനെ കുറിച്ച് നിങ്ങൾ നിർഭയനായിരിക്കുകയാണോ, അവൻ നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെ പറ്റി എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് മുൽക്ക് 67-ാമത്തെ അധ്യായം അതിലെ 16-ാമത്തെ സൂക്തത്തിലൂടെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം. അവിടെ അഅമിൻതും മൻ ഫിസ്സമാ എന്നാണ്. ആകാശത്തുള്ളവനെ കുറിച്ച് നിങ്ങൾ നിർഭയനാണോ എന്നാണ് ചോദ്യം. ആകാശത്തുള്ളവൻ എന്നാണ് അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. പ്രകൃതിയാൽ തന്നെ നമ്മൾ ആലോചിച്ചു നോക്കുക. ഏത് മനുഷ്യന്മാരും അവർ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ദൈവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവരുടെ കണ്ണുകൾ മുകളിലേക്ക് പോകും, അവരുടെ കൈകൾ പ്രാർത്ഥനയുടെ സമയത്ത് മുകളിലേക്ക് പോകും. ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു സംസാരമാണ് എങ്ങനെ എല്ലാം മുകളിൽ ഒരുത്തനുണ്ട് എന്നത് മറക്കരുത് കേട്ടോ എന്നാണ്. ഇത് നമ്മുടെ നാടൻ ഭാഷയിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്, മുകളിൽ ഒരുത്തനുണ്ട് എന്നത് മറക്കരുത് എന്ന്. ഇത് പ്രകൃതിയ നമ്മളിലൊക്കെ ഊട്ടപ്പെട്ടിട്ടുള്ള ഒരു വിശ്വാസമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ മുകളിലുള്ളവനെ ഔന്നത്യത്തോടു കൂടിയിട്ട് ഏറ്റവും ഉപരിയിലുള്ള അവൻ്റെ ഉലുവിനെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ആ ഒരു വിശേഷണം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം അള്ളാഹുവിനെ ആരാധിക്കാൻ എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ സ്ഥലങ്ങളിലുമുണ്ട് എന്ന വിശ്വാസം സഹോദരങ്ങളെ, അത് ഒരിക്കലും നമ്മൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. നമ്മൾ ഒരുപാട് മ്ലേച്ഛമായിട്ടുള്ള സ്ഥലങ്ങൾ ഈ ഭൂമിയിൽ കാണുന്നുണ്ട്. ഉദാഹരണം ശൗചാലയമൊക്കെ പോലെയുള്ളത്, അവിടെയൊക്കെ മലമൂത്ര വിസർജനം ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അവിടെയെല്ലാം അള്ളാഹു ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അത് യഥാർത്ഥത്തിൽ ശരിയല്ല. നേരെ മറിച്ച് അള്ളാഹുവിനെ പോലെ യാതൊന്നും ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പോലെ ഒരു വിശേഷണവും ആർക്കും നമുക്ക് ചാർത്തിക്കൊടുക്കാൻ പാടില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് അവനെ രൂപപ്പെടുത്താൻ, അവനെ സാദൃശ്യപ്പെടുത്താൻ ഇതൊന്നും നമുക്ക് അവകാശമില്ല. ഇതായിരിക്കണം ഒരു സത്യവിശ്വാസിയുടെ അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചുരുങ്ങിയ നമ്മളുടെ ഒരു വിശ്വാസമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെ നമ്മളുടെ വിശ്വാസം ശരിയാക്കിക്കൊണ്ട് യഥാർത്ഥ വിശ്വാസത്തോടു കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ ആരാധിക്കുന്നു. എങ്ങനെ, എന്തിനു വേണ്ടി ആരാധിക്കുന്നു? അറാദൽ ആഖിറ, പരലോകം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുന്നു. അത് പ്രവാചകൻ പഠിപ്പിച്ചു തന്നതുപോലെ നമ്മൾ ആരാധിക്കുന്നു. അങ്ങനെ ആരാധിച്ചാൽ അള്ളാഹു അതിനുള്ള പ്രതിഫലം നന്ദിപൂർവം നമുക്ക് നൽകും എന്നാണ് പരിശുദ്ധ ഖുർആനിലെ 17-ാമത്തെ അധ്യായമായ സൂറത്ത് ഇസ്രായിലെ 19-ാമത്തെ ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ റമദാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മാസത്തിൽ എങ്ങനെയാണ് നമ്മളുടെ ആരാധനകൾ ചിട്ടപ്പെടുത്തേണ്ടത്, വിശ്വാസപരമായിട്ടും കർമ്മപരമായിട്ടും ഏത് രൂപത്തിലാണ് നമ്മൾ ഇതിനെയൊക്കെ ഉൾക്കൊള്ളേണ്ടത് എന്ന് സഹോദരങ്ങളെ നമ്മൾ ഉറ്റാലോചിക്കണം. പുനർവിചിന്തനം നടത്തേണ്ട ഒരു സമയം കൂടിയാണ് ഇത്. ഒരിക്കലും തന്നെ നമ്മളുടെ അവസാനം അഥവാ നമ്മളുടെ മാസത്തിൻ്റെ ഒരു പര്യവസാനം മോശമായ ഒരു രൂപത്തിലൂടെ പോകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, നമ്മളുടെ പര്യവസാനം പരിഗണിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുക എന്ന. ഏത് അമലും നമ്മൾ ആലോചിച്ച് നോക്കൂ. നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ നിസ്കാരം ഇടക്ക് വെച്ച് പോയി കഴിഞ്ഞാൽ നിസ്കാരത്തിൻ്റെ പ്രതിഫലം ലഭിക്കില്ല. നോമ്പ് നോൽക്കുന്ന ഒരാൾ പകുതി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചാൽ നോമ്പുകാരൻ്റെ പ്രതിഫലം ലഭിക്കില്ല. എല്ലാ
ഇബാദത്തുകളും എല്ലാ ആരാധനകളും അതിൻ്റെ ഖവാത്തിം നന്നാകണം, അതിൻ്റെ പര്യവസാനം നന്നാകണം. അതേപോലെ റമദാൻ മാസത്തിൻ്റെ ഒരു മാസമെന്നുള്ള നിലക്ക് ഈ മാസത്തിലെ ആകത്തുകയായിട്ടുള്ള നമ്മളുടെ പ്രവർത്തനങ്ങളുടെ പര്യവസാനം നന്നാക്കേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. അതുകൊണ്ട് വിശ്വാസപരമായിട്ടും അതുപോലെ തന്നെ കർമ്മപരമായിട്ടും ഒക്കെ ഏറ്റവും മികച്ച രൂപത്തിൽ നമ്മളുടെ അമലുകൾ ചിട്ടപ്പെടുത്തിക്കൊണ്ട് അത് അള്ളാഹുവിലേക്ക് ഉയർത്താൻ കഴിയുന്ന രൂപത്തിൽ പ്രാർത്ഥനാ നിർഭരമായി കൊണ്ട് തന്നെ നമ്മൾ ഈ സമയങ്ങൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ നല്ല വിശ്വാസത്തോടുകൂടി നല്ല പ്രവർത്തനങ്ങളോട് കൂടിയിട്ട് ഈ ഒരു മാസത്തെ നമ്മളുടെ അമലുകൾ എല്ലാവരുടെയും അമലുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡിന് വിരാമം കൊടുക്കുകയാണ്. വാഹൃദ വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.